പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നുള്ള കാര്യം പുതിയ തലമുറയെ സംബന്ധിച്ച് വല്ലാതെ അലട്ടുന്നൊരു ചോദ്യമാണ്. പലരും പറഞ്ഞു അയ്യോ ആ പരിപാടിക്ക് നമ്മളില്ല കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വിവാഹം അനിവാര്യമാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കുന്നതാണ്. എന്നാൽ 1.5 പതിറ്റാണ്ട് 15 വർഷത്തോളം കല്യാണം കഴിക്കുന്നതിനായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. കാസർഗോഡ് പെരിയ നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ കെ അജിത്. ഇത്രയും കാലം തനിക്ക് വാഗ്ദാനം നൽകി വഞ്ചിച്ച മാരേജ് ബ്യൂറോകൾക്കെതിരെ കോടതി കയറി അനുകൂല വിധി നേടിയെടുത്തിട്ടുണ്ട് അജിത്ത്. ഇപ്പോൾ മലയാളം ഒഴികെ 9 ഭാഷകളിൽ വധുവിനെ തേടി പോസ്റ്ററുകൾ ഒട്ടിച്ച് കാത്തിരിക്കുകയാണ് അജിത്ത്. കല്യാണം കഴിക്കുന്നതിനായി ജീവിതത്തിലെ 14 വർഷങ്ങൾ മാറ്റിവെച്ച ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നഴ്സിംഗ് കോളേജ് അധ്യാപകനും കണ്ണൂർ ചെറുപുഴ സ്വദേശിയുമായിട്ടുള്ള അജിത് കെ ആണ്. മാഷിപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ഒരു കല്യാണ പരസ്യം ഒരു പത്രത്തിൽ കൊടുത്തത്. പക്ഷെ പത്രത്തിൽ കൊടുത്തെങ്കിലും വിളിച്ചത് മാരേജ് ബ്രോക്കർമാരും അതേപോലെ തന്നെ മാരേജ് ബ്യൂറോൻ്റെ ആൾക്കാരുമാണ് എന്നെ വിളിച്ചത്. 40ഓളം പ്രൊഫൈലുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് തന്നു. 3-4 പ്രാവശ്യം വിളിച്ചു. പക്ഷേ അവർ അനുകൂലമായിട്ടുള്ള തീരുമാനമൊന്നുമല്ല എടുത്തത്. അവസാനം അവർ പറയുന്നത് നിങ്ങളുടെ മകൻ്റെ ജാതകവും എൻ്റെ കുട്ടിയുടെ ജാതകവും ചേരൂല, പിന്നെ എന്താണ് ജാതി വേറെയാണ്, അവന് തടി കൂടുതലാണ്, പ്രായം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ ഒഴിയാണ് ഉണ്ടായത്. അതെല്ലാം കൂടി എനിക്ക് ഇതുവരെ ഒരു 2 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. എൻ്റെ അച്ഛനുണ്ട്, അച്ഛന് ക്യാൻസർ അർബുദബാധിതനാണ്, പിന്നെ അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ ഒഴിയുകയാണ് ചെയ്തത്. അങ്ങനെ പല രീതിയിൽ എന്നെ ചതിക്കുകയും കബളിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്ത ഈ 9ഓളം മാരേജ് ബ്യൂറോകൾക്കെതിരെയും അതുപോലെ തന്നെ 3 ഓൺലൈൻ സൈറ്റുകൾക്കെതിരെയും കണ്ണൂർ ഉപഭോക്തൃ തർക്ക ഫോറത്തിൽ കേസ് ഫയൽ ചെയ്യുകയും പിന്നെ അത് ഞാൻ തുടർച്ചയായിട്ട് അവിടെ ഓരോ വാദത്തിനും പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണൂരിലത്തെ ഒരു പ്രമുഖ ബ്യൂറോക്കെതിരെ ഒരു വിധി ആണ് വന്നത്. അതായത് പിന്നെ ഞാൻ അടച്ച 3000 രൂപ തിരിച്ചു തരികയും മനോവിഷമത്തിന് 3000 രൂപയും കോടതി ചെലവിന് 2000 രൂപയുമാണ് വിധി വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ എനിക്കൊരു ജീവിത പങ്കാളിയെ നോക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യുകയുണ്ടായി. പക്ഷേ അതിനെല്ലാം അനുകൂലമായ പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനതൊന്നും മുഖവിലൊക്കെ എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ മലയാളം ഒഴിച്ച് ബാക്കിയുള്ള ഒരു 9ഓളം വ്യത്യസ്ത ഭാഷകളിൽ, അതായത് ബംഗാളി, ആസാമി, മറാഠി, ഒഡിയ, പഞ്ചാബി, തെലുങ്കു, കന്നഡ അങ്ങനെയുള്ള ഭാഷകളിൽ എൻ്റെ വിവാഹ പരസ്യം ലഘുലേഖയുടെ രൂപത്തിൽ ചെയ്യുകയും അത് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഇത് ചെറിയൊരു പോസ്റ്ററിൻ്റെ രൂപത്തിൽ ഒട്ടിക്കുകയും ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 14 വർഷം മുമ്പ് ആരംഭിച്ച ശ്രമമാണ് ഇപ്പോഴും അത് തുടരുകയാണ്. അതിനിടെ പല തവണയായി ഈ മാരേജ് ബ്യൂറോകളിൽ നിന്നും അതോടൊപ്പം തന്നെ മാട്രിമോണിയൽ സൈറ്റുകളിൽ നിന്നൊക്കെ കബളിപ്പിക്കലുണ്ടായി. അതിനെതിരെയുള്ള നിയമപോരാട്ടവും ഒരു വശത്ത് മാഷ് തുടരുകയാണ്. അപ്പോൾ അജിത് മാഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ, തയ്യാറുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ, ധൈര്യവുമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാട്ട് അജിത് മാഷിനെ കല്യാണം കഴിക്കാം.